എന്നിട്ട് ഞാൻ ഇങ്ങനെ കാണേണ്ടി വന്നിട്ടാവാ. എനിക്ക് താങ്ങാൻ പറ്റുന്നില്ലാണോ? ഞാൻ തകർന്നു പോയവാ, ഞാൻ തകർന്നു പോയി. കുടുംബത്തിന്റെ തണലും താങ്ങുമായ ബിന്ദുവിന്റെ വേർപാടിൽ നാടൊന്നാകെ തേങ്ങി. ഉറ്റവരുടെ കരച്ചിൽ അത്രയേറെ ഹൃദയഭേദകമായിരുന്നു. എന്റെ മുത്ത്, എന്റെ പൊന്നു മുത്തടി, എന്റെ മണി മുത്ത്, എന്റെ മുത്ത്, മുത്ത്, എന്റെ മുത്ത്, ഓയ് എന്റെ മുത്ത്, എന്റെ മുത്ത്. കണ്ടുനിന്ന ബിന്ദുവിന്റെ സഹപ്രവർത്തകർക്കും ഏങ്ങലടക്കാനായില്ല. വീട്ടുവളപ്പിൽ ഉച്ചയ്ക്ക് 1 മണിയോടെയായിരുന്നു സംസ്കാര ചടങ്ങ്. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നാടാകെ ഒഴുകിയെത്തി. അപകടം അധികൃതരുടെ വീഴ്ച മൂലമെന്ന ആരോപണം ശക്തമായിരിക്കെ മന്ത്രിമാർ സംസ്കാര ചടങ്ങിൽ എത്തിയില്ല എന്ന ആക്ഷേപവും വന്നു. മന്ത്രിമാർ ഫോണിൽ വിളിച്ചില്ലെന്ന് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനും രാവിലെ പറഞ്ഞിരുന്നു. ഇതിനിടെ സമൂഹമാധ്യമത്തിൽ കുറിപ്പിട്ടതിന് പിന്നാലെ മന്ത്രി വീണ ജോർജ് കുടുംബത്തെ ഫോണിൽ വിളിച്ച് സർക്കാർ ഒപ്പമുണ്ടെന്നറിയിച്ചു. പിന്നാലെ വൈകിട്ട് മന്ത്രി VN വാസവൻ, ജില്ലാ കളക്ടർ, ആശുപത്രി സൂപ്രണ്ട്, പ്രിൻസിപ്പൽ തുടങ്ങിയവർ ബിന്ദുവിന്റെ വീട്ടിലെത്തി. ബുദ്ധിമുട്ടുകൾ കുടുംബം മന്ത്രിക്ക് മുന്നിൽ വിവരിച്ചു. ഞങ്ങൾ ആകപ്പാടെ വിഷമിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിലായി ഈ ഒരു മരണോടെ വന്ന് ഞങ്ങളുടെ കൊച്ചിന്റെ ഓപ്പറേഷന് പോയപ്പോ എന്റെ ഭാര്യ നഷ്ടപ്പെട്ടു. സംസ്കാര ചടങ്ങുകൾക്കും മറ്റുമുള്ള 50,000 രൂപ ആശുപത്രി വികസന ഫണ്ടിൽ നിന്നും മന്ത്രി കൈമാറി. ഇതിനു പുറമെ സർക്കാർ ധനസഹായം ഉണ്ടാകും. ബിന്ദുവിന്റെ മകന് ഉടൻ താൽക്കാലിക ജോലി നൽകുന്നതിനൊപ്പം മകളുടെ ചികിത്സയും ഏറ്റെടുക്കും. ആ കുടുംബത്തോടൊപ്പം ഗവൺമെന്റ് ഉണ്ട്. സർക്കാർ കൃത്യമായി ആ ഗവൺമെന്റ് ഈ കുടുംബത്തിന് എന്തൊക്കെ ചെയ്തു കൊടുക്കണോ ആ കാര്യങ്ങൾ ചെയ്ത് അവരെ സംരക്ഷിക്കും. അതാണ് നമ്മളിപ്പോൾ ആലോചിച്ചിട്ടുള്ളത്. എന്നാൽ രക്ഷാപ്രവർത്തനത്തിന് കാലതാമസം ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി പറഞ്ഞു. സംഭവസ്ഥലത്ത് ആദ്യം നടത്തിയ പ്രസ്താവനയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്കും മറുപടി. അത് അവിടെ നിന്നിരുന്ന ഫയർഫോഴ്സും ഞങ്ങളല്ലല്ലോ പറഞ്ഞത്, നിങ്ങൾക്ക് തെറ്റി. അവിടെ നിന്നിരുന്ന ഫയർഫോഴ്സും പോലീസുമാണ് ആദ്യ റൗണ്ട്. ഞങ്ങളാരും അവിടെ ഇല്ലല്ലോ. അവരാണ് പറയുന്നത് 2 പേരെ ഉണ്ടായിരുന്ന എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയിരിക്കുന്നു. എന്നിട്ട് ഞങ്ങളാണ് ആവശ്യപ്പെട്ടത് വീണ്ടും JCB വണ്ടി ഇത് മാന്തി എടുക്കണം. ഞാനാണ് പറഞ്ഞത്. ഫയർഫോഴ്സിന്റെ ജില്ലാ ഓഫീസറെ വിളിച്ചിട്ട് പെട്ടെന്ന് ഇത് ചെയ്യാൻ പറഞ്ഞു. മന്ത്രിയുടെ വാക്കുകളിൽ പ്രതീക്ഷയെന്ന് കുടുംബം പ്രതികരിച്ചു. മന്ത്രിയുടെ വാക്കുകളിൽ വിശ്വാസമാണ്. തീർച്ചയായിട്ടും. കാരണം ഞാൻ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. പുള്ളി അദ്ദേഹം ഞങ്ങളുടെ അടുത്ത് ഇത്രയും കാര്യമായിട്ട് പറയുമ്പോൾ നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം ഇങ്ങനെ ആശ്വാസ വാക്ക് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കൊരു സുഖമായി. VD സതീശൻ ഉൾപ്പെടെ സംസ്ഥാനത്തിന്റെ പ്രതിപക്ഷ നിര ഒന്നാകെ ബിന്ദുവിന്റെ വീട്ടിലെത്തി അനുശോചനം അറിയിച്ചു. ഒപ്പം സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവും നടത്തി. ആ കുട്ടിയുടെ പൂർണ്ണമായ ചികിത്സ സർക്കാർ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ ഏറ്റെടുക്കും. സർക്കാർ 25 ലക്ഷം രൂപ കൊടുക്കുന്നില്ല, വേറെ തരത്തിലൊന്നും സഹായം ചെയ്തില്ലെങ്കിൽ ആ കുടുംബത്തെ പൂർണ്ണമായി അവരെ സഹായിക്കാൻ ആവശ്യമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.